സോ നമ്മളാണെങ്കിൽ രാവിലെ തന്നെ നമ്മുടെ സിറ്റിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സിറ്റിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അകത്ത് റാൻഡം പ്ലേസിൻ്റെ വണ്ടി നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ്. എന്തായാലും റാൻഡം പ്ലേസിനെ കണ്ടുപിടിക്കണം. ഏകദേശം 13 പേരെ കണ്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറച്ച് പേര് അവിടെ ഉണ്ട്, കുറച്ച് പേര് സൈഡിലൊക്കെ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് കുറച്ച് ആൾക്കാർ കൂടുതലുള്ള സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവിടെ പോയിട്ട് അവരുടെ വണ്ടി ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ കുറച്ച് അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളെ അറിയാവോ എന്ന് ജസ്റ്റ് ചോദിക്കുകയും ചെയ്യും. നമ്മൾ റിയാക്ഷൻ വീഡിയോ കൂടെ എടുക്കണമെങ്കിൽ എന്തായാലും നമ്മളെ അറിയാവോ ഇല്ലയോ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം അവർക്കയിൽ. അതുപോലെ ഈ സൈഡിലായിട്ട് ഈ ഒരു റൂട്ട് കയറി നമുക്ക് അപ്പുറേ പോയാൽ മാത്രമേ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നീടാണ് അറിഞ്ഞത് ഗൈസ് മേലിൽ കൂടെ പോകാമായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാനാണെങ്കിൽ ഈ ഊടുവഴിയൊക്കെ കയറിയിട്ട് നേരെ അപ്പുറത്തോട്ട് പോകാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ വീഡിയോ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണെ ഓടിപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത്. എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ മേളിലായിട്ട് ഒരു കാറ് കിടപ്പുണ്ട്. പുള്ളിക്കാരനാണെങ്കിൽ ആ ഒരു മതിലണക്കത്ത് ആ ഒരു ഇതിലിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിച്ചിട്ട് വണ്ടിയൊക്കെ ചാടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വണ്ടി പറപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇവിടെ നിൽക്കണം, നമുക്ക് പോവാം. ആൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് പോകാം. എന്നിട്ട് അവരുടെ വണ്ടിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നേരെ ചെന്നിട്ട് ഒരു ലെഫ്റ്റിലേക്ക് പോകുമ്പോഴാണെന്നാണ് തോന്നുന്നത്. ഒരു 2 വണ്ടി കിടപ്പുണ്ട്. ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു കളറാണ്. എന്തായാലും നമുക്ക് അവരുടെ അടുക്കലോട് ചെന്ന് നോക്കാം. ആ ഒരു വണ്ടി ഏതാണെന്ന് നമുക്ക് നോക്കാം ഗീസ്. എന്തായാലും ഞാനാണെങ്കിൽ നേരെ പോകുന്നുണ്ട്. നേരെ പോകുമ്പോഴാണ് ഗീസ് അവരുള്ളത്. നമ്മൾ മാപ്പ് നോക്കി തന്നെയാണ് പോകുന്നത്. നേരെ പോയിട്ട് നമ്മൾ നേരെ ലെഫ്റ്റിലോട്ടാണ് ഗീസ് പോകുന്നത്. ലെഫ്റ്റിൽ ചെന്നിട്ട് നമുക്കവിടെ കാണാനായിട്ട് ഒരു കാറാണ് അവിടെ കിടപ്പുണ്ട്. അവിടെ കിടന്ന് പുള്ളിയാണ് ബാക്ക് എടുക്കുന്നുണ്ട്, ഫ്രണ്ട് എടുക്കുന്നു. അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് അടിച്ച ഒരു വണ്ടിയാണ് കണ്ടിട്ട്. ഷിഫ്റ്റ് ഒക്കെ പോലെ ഒരു മോഡലുണ്ട് ഗൈസ്. എന്തായാലും നിങ്ങൾക്കത് ഏത് വണ്ടിയാണെന്ന് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ആഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. എന്തായാലും ഫ്രണ്ട് കണ്ടിട്ട് എനിക്ക് അങ്ങനെ മനസ്സിലാകുന്നില്ല ഗൈസ്. എന്തായാലും മോഡിഫൈ ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന കാരണം തന്നെ എനിക്ക് കറക്റ്റായിട്ട് ഈ വണ്ടി ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ അതിൻ്റെ അലോയിയൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അതെല്ലാ കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഫുൾ ബ്ലാക്ക് അടിച്ചപ്പോൾ വണ്ടി പക്കയായിട്ടുണ്ട്. ഏതോ ഒരു ബ്രോയുടെ വണ്ടിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് നോക്കാം. ബ്രോ എന്നും പറഞ്ഞ് ഞാൻ നൈസിന് മെസ്സേജ് അയച്ചു. നൈസിന് മെസ്സേജ് അയച്ചപ്പം അദ്ദേഹം റിപ്ലൈ തരുമോ നമുക്ക് നോക്കാം. ഒന്ന് വീഡിയോ എടുക്കാൻ വരാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തായാലും എസ് ബ്രോ എന്നും പറഞ്ഞ് ഡയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അമാൻ എന്നെങ്ങാണ്ടാണ് പേര്, അമാൻ എന്നാണ് പേര്. ഒന്ന് വരാമെന്നും പറഞ്ഞ് ഡയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിയാണ് റിപ്ലൈ തരുമോ ഇല്ലയോ നമുക്ക് നോക്കാം. എന്തായാലും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണെന്നൊക്കെ നമ്മൾ നൈസായിട്ട് പറഞ്ഞു നോക്കുന്നുണ്ട്. കാരണം പുള്ളി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പുള്ളിയുടെ കാറിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. എന്തായാലും വീഡിയോ എടുക്കാനാണെന്ന് പറഞ്ഞ് ഞാൻ ഡയൽ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഹിന്ദിക്കാരനാണ് ബ്രോ. അപ്പം ഞാൻ നൈസിനെ അവിടുന്ന് വലിഞ്ഞു വെച്ചു. കാരണം ഹിന്ദിക്കാരനാണ്, ഇനി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല. എന്തായാലും ഹിന്ദിയൊക്കെ അത്യാവശ്യം സംസാരിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞൂടാ ഗീസ്. എന്തായാലും നേരെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് കുറേയധികം വെഹിക്കിൾസ് നിൽപ്പുണ്ട് ഗീസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇങ്ങോട്ടാണ് ഗീസ് വന്നത്. നമ്മൾ വണ്ടിയൊക്കെ ഫുള്ള് സ്റ്റിയറിംഗ് ബാലൻസ് സെറ്റാക്കിയതായിരുന്നു. ഇപ്പം ഒന്നുകൂടെ പോയിട്ടുണ്ട്. നമ്മൾ വളച്ചു തിരിക്കുന്നതൊക്കെ എങ്ങോട്ടൊക്കെയോ ആണ് പോകുന്നത്. ഫുള്ളായിട്ട് തന്നെ ഇടിച്ചിരിക്കുവാണ്. എന്തായാലും നേരെ നമുക്ക് പോകണം. നേരെ പോയിട്ട് അവിടെ ആയിട്ട് കുറച്ച് മച്ചാന്മാർ നിൽപ്പുണ്ട്. എന്തായാലും അവരുടെ വണ്ടിയൊക്കെ ഏതാണെന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഞാനാണെങ്കിൽ നേരെ നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കിതിൻ്റെ അകത്ത് ഭൂരിഭാഗം സ്ഥലത്തിൻ്റെയും പേരൊന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ ആയിട്ടൊരു വണ്ടി കിടപ്പുണ്ട്. ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സെയിം മോഡൽ വണ്ടിയാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. അതിന് കളറൊക്കെ അടിച്ച് പക്കയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു അനിമിയുടെ ഫോട്ടോ ഒക്കെ ആണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതോ ഒരു ബ്രോ വന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് പോയി ഗൈസ്. എന്തോ പുള്ളിക്കാരൻ പെർമിഷൻ പോലും ചോദിക്കാതെ പോയി. ഞാനോർത്ത് കൊണ്ടുപോട്ടെ, നമ്മളെ മലയാളികൾ തന്നെ ആയിരിക്കുമെന്ന് വെച്ചാൽ പുള്ളിയാണ് ഓടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ഒരു വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് ഓവറായിപ്പോയി. കാരണം എവിടെയൊക്കെയോ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം വേറെ ഏതോ ഒരു പുള്ളിക്കാരൻ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും വേറൊരു പുള്ളി കൂടെ നമ്മുടെ അടുക്കൽ വന്നിട്ടുണ്ട്. ഒരു ബ്ലൂ കാറുമായിട്ട് വന്നിരിക്കുന്നു. എന്തായാലും ഗൈസ് ആ പുള്ളി വന്ന് നമ്മുടെ അടുക്കലൊക്കെ നിൽപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും റെഡ് ബുള്ളെന്നും പറഞ്ഞൊക്കെ സ്റ്റിക്കേഴ്സൊക്കെ അടിച്ചിട്ടുണ്ട്. എന്നാലും ഗൈസ് ഈ ഒരു വണ്ടി പക്കയാണ്. ബ്രോ നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പേര് അറിയാവുന്ന കൂട്ടുകാരാണ് താഴെ കമൻറ്റ് ചെയ്യുക. എൻ്റെ മോഡൽ തന്നെ വണ്ടിയാണെന്നാണ് ഗീസ് എനിക്ക് തോന്നുന്നത്. അത് മോഡിഫൈ ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ വേറൊരു മച്ചാൻ വരുന്നുണ്ട്. അവിടെയാണ് ഈ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എന്തായാലും ആ മച്ചാൻ വരുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. എന്തായാലും ഇവിടെ പ്ലെയർ ഹാർഡാന്നും പറഞ്ഞ് ഡയൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ബ്രോ എന്ന് അയച്ചപ്പം
ഒരു മലയാളി നമുക്ക് റിപ്ലൈ തന്നിട്ടുണ്ട്. നമ്മുടെ വണ്ടിയാണ് ഏതോ ഒരു ബ്രോ എടുത്ത് ഓടിക്കുന്നുണ്ട്, എന്നിട്ട് ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്നെ അറിയാമെന്ന് ചോദിച്ചു. എന്തായാലും ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ഗൈസ്. പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന ആരും ഇല്ലായിരുന്നു, എന്നെ അറിയത്തില്ലെന്നാണ് ആ ബ്രോ പറഞ്ഞത്. എന്തായാലും എന്നെ അറിയാമെന്ന് ചോദിച്ചാൽ അപ്പം നിങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് കാണാനായിട്ട് പറ്റും. ഒരു പുള്ളിയാണെങ്കിൽ സ്റ്റിയറിംഗ് മാത്രം കയ്യിലുണ്ട്, ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാറുമാണ്. എന്തായാലും ഇവിടെ നമുക്ക് കാറ് കാണാനായിട്ട് പറ്റുന്നില്ല, പക്ഷെ കാറിൻ്റെ നിഴല് കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആരോടാണെന്നാണ് പുള്ളി ചോദിച്ചത്. എന്തായാലും നമുക്ക് നൈസിന് പുള്ളിയിലൂടെ കയറി ഇരുന്ന് നോക്കാം. കാരണം ഇൻവിസിബിൾ ആയിട്ടൊരു കാറാണ്. ഞാനാണെങ്കിൽ നൈസായിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ റേഞ്ച് പോയതാണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കയറാനായിട്ട് പോവാണ്. കയറിയിട്ട് പുള്ളിയായിട്ട് ഒരു റൈഡ് പോയി നോക്കാം, എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. പക്ഷേ ഈ ഒരു വണ്ടി ഏതാണെന്ന് നമുക്ക് ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എനിക്കെന്തോ റേഞ്ചിൻ്റെ ഇഷ്യൂ ആണെന്നാണ് തോന്നുന്നത്. ആ വണ്ടി ഏതാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ ഇതെന്തായാലും നമുക്കും പുള്ളിക്കാരൻ്റെ കൂടെ ജസ്റ്റ് കയറി ഇരുന്ന് നോക്കാം. എന്തായാലും ഞാനും പുള്ളിക്കാരൻ്റെ കൂടെ കയറി ഇരുന്നിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ജസ്റ്റ് ഇങ്ങനെ ഇരുന്ന് പോകുന്നുണ്ട്. കാറിൻ്റെ പുറത്തൊന്നുമല്ല, ഒരു എയറിലാണ് നിൽക്കുന്നത്. അതെല്ലാം കൂട്ടുകാർക്കും കാണാനായിട്ട് പറ്റും. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കാറുമാണ്. അപ്പോൾ കുറേ കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ റേഞ്ചിൻ്റെ ഇഷ്യൂ ആയിരുന്നു. ഞാൻ അപ്പോൾ തന്നെ കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തു. നിങ്ങൾ തംബ്നെയിൽ കണ്ടത് ഈ ഒരു ഫോട്ടോയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണും. എന്തായാലും പുള്ളിയാണെങ്കിൽ നൈസായിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് പോകുന്നുണ്ട്. വണ്ടി ഏതാണെന്ന് നമുക്ക് ഇതുവരെ അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഞാനാണെങ്കിൽ എനിക്കൊരു ചാനലുണ്ടെന്നൊക്കെ ഞാൻ പറയാനായിട്ട് പോയപ്പോഴാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ കളർ ഒരു ഗ്രീൻ കളറാണ്. എന്തായാലും ഞാൻ ഇവിടെ ബ്രോ എന്ന് നേരെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു BM ആണ് ഗീസ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്കയായിട്ടുള്ളൊരു കാറാണ്. ജസ്റ്റ് ഞാൻ അതിൻ്റെ ഓടിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ കാണാം. ഞാൻ കുറച്ച് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇറങ്ങി വന്നത്. പക്കയായിട്ടുള്ളൊരു കാറാണ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ബ്രോ നല്ല രീതിക്ക് തന്നെ കൊണ്ടു നടക്കുന്ന ഒരു വണ്ടിയാണെന്നാണ് ഗീസ് തോന്നുന്നത്. ഓടിക്കാൻ തരാമെന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാണ്. അപ്പം ഞാൻ ഓർത്ത് പുള്ളി തരത്തില്ലെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ചിലവരുടെ വണ്ടി അവർ തരത്തില്ല ഗീസ്. എന്തായാലും പുള്ളിയുടെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി തരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. എന്തായാലും പുള്ളി റിപ്ലൈ തരുമോ ഇല്ലയോ നമുക്ക് നോക്കാം ഗീസ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും എടുത്തോ എന്ന് പറഞ്ഞ് പുള്ളി മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെച്ചന്മാരുണ്ട്, കുറേ മെച്ചന്മാരുണ്ട് ഇങ്ങനത്തെ. കാരണം എനിക്ക് കുറേ പേര് വീഡിയോ എടുക്കാനാന്ന് പറയുമ്പോൾ വണ്ടിയൊക്കെ ഓടിക്കാൻ തരാറുണ്ട്. ഞാൻ നേരെ വണ്ടി കയറി നമ്മുടെ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് പോവാണ്. ഇത് നല്ല രീതിക്ക് തന്നെ ബ്രോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വണ്ടിയാണെന്നാണ് ഈ തോന്നുന്നത്. ഇതിൻ്റെ ഒരു സൗണ്ട് ഉണ്ട് ഗീസ്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിൽക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ആ സൗണ്ട് ഒന്ന് കൂട്ടി വെച്ച് തരാം. അപ്പോൾ ഗീസ് പക്കയായിട്ടുള്ളൊരു കാറാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഈ ഒരു കാർ എനിക്ക് എടുക്കണമെന്നുണ്ട്, പക്ഷെ നമ്മുടെ ഈ അതിനുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. എന്തായാലും നമ്മുടെ ഈ ബ്രോയ്ക്ക് ഈ ഒരു വണ്ടിയുണ്ട്. ഈ ബ്രോ എൻ്റെ ഫ്രണ്ടുമാണ്. ബ്രോ എടുക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ബ്രോ ഓടിക്കാൻ തരുമെന്ന് നമുക്ക് ഉറപ്പാണ് ഗീസ്. എന്തായാലും ഈ ഒരു വണ്ടി എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ ആ മച്ചാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കണ്ടു കാണും. KL എത്രയോ ആണ് നമ്പർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് എനിക്ക് വായിക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ വണ്ടി ഓടിക്കാനായിട്ട് പക്കയാണ്. പിന്നെ ഞാൻ ഓർത്തു ഇനി ഞാൻ കൊണ്ടുപോയി ഇടിച്ച് നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ഞാൻ നൈസായിട്ട് ഇറങ്ങിയിട്ട് പുള്ളിയുടെ ഈ വണ്ടി കൊടുത്തു. പുള്ളിയെടുക്കുക എടുത്താളാനും പറഞ്ഞു. പുള്ളി എടുത്തിട്ട് ഞാൻ നൈസിന് പുള്ളിയുടെ കൂടെ കയറാനായിട്ട് പോവാണ്. എന്നിട്ട് നേരെ നമ്മുടെ വണ്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം, എന്നിട്ട് നമ്മുടെ വണ്ടി എടുക്കണം. അതായിരുന്നു എൻ്റെ മൈൻഡിൽ. ഞാൻ പിന്നെ കുറേ അധികം മെസ്സേജൊക്കെ അയക്കുന്നുണ്ട്. ബ്രോ ചോദിച്ചു ഇൻസ്റ്റയിലുണ്ട് ഞാൻ ഡയലി ചെയ്തതാണ്. കാരണം ഇൻസ്റ്റയിലാണ് നമുക്ക് കുറച്ചുകൂടെ റീച്ച് ഉള്ളത്. യൂട്യൂബിൽ കുറവാണ്, പക്ഷെ എന്നാലും റീച്ചൊക്കെ ഉണ്ട്. ഇൻസ്റ്റ വീഡിയോ കാണാറുണ്ടോ എന്നാണ് ഞാൻ ബ്രോയിലേക്ക് ചോദിച്ചത്. പക്ഷേ ബ്രോ കാണാറൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻസ്റ്റ വീഡിയോ കാണാറൊന്നുമില്ല. എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ വണ്ടി കയറിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടെ വീഡിയോസൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് ഗീസ്. കാരണം പക്കയായിട്ടുള്ളൊരു വണ്ടിയാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇത് ഫ്രണ്ട് കണ്ടിട്ട് എനിക്ക് BM ആണെന്നാണ് ഗീസ് തോന്നുന്നത്. കൺഫേം ആയിട്ട് ഒരു BM ആണ് ഗീസ് ഇത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എൻ്റെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് നേരെ സിറ്റിയിൽ നിന്ന് നേരെ പോയേക്കാം. കാരണം വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഏത് വീഡിയോ ആണ് ബ്രോ എന്ന് എൻ്റെ അടുക്ക് ചോദിച്ചു. അപ്പം നമ്മുടെ ഗെയിമിൻ്റെ വീഡിയോ ആണ് ഇടുന്നതെന്ന് പുള്ളിക്കാരൻ അറിയത്തില്ല. പിന്നെ എനിക്കൊരു YT എനിക്കൊരു ചാനലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഡയലി ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ണൻ YT എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ഒറിജിനൽ ചാനലിൻ്റെ പേര് KL ബോയ് എന്നാണ്. അത് എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന ഭൂരിഭാഗം കൂട്ടുകാർക്കും അറിയാമായിരിക്കും. എനിക്ക് വേറൊരു ചാനൽ കൂടെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൻ്റെ ആണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഇതിലേക്ക് മാറിയതാണ്, പക്ഷേ ആ ഒരു വീഡിയോസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓടുമ്പോൾ ഒരു അത്യാവശ്യം ഒരു പക്ക ലുക്കാണ് ഇതിനുള്ളത്. ഈ ഒരു വണ്ടി എനിക്ക് എടുക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും. എന്തായാലും ഞാൻ നേരെ ഓടിച്ചുകൊണ്ട് നമ്മുടെ വണ്ടി കിടക്കുന്ന അങ്ങോട്ടാണ് ഗീസ് ബ്രോ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്തായാലും നമുക്കിനി പോയിട്ട് നമ്മുടെ വണ്ടി എടുക്കണം. വണ്ടി എടുത്താൽ മാത്രമേ നമുക്ക് ഈ സിറ്റിയിൽ നിന്ന് പുറത്തു പോകാനായിട്ട് പറ്റും. വണ്ടി എടുക്കാതെ തന്നെ പോകാം. പക്ഷെ അവിടെ കുറച്ച് മച്ചാന്മാരുണ്ട്, അവരുടെ വണ്ടി ഇടാൻ
കുറച്ച് വീഡിയോസോടെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഗീസ് ഞാൻ അങ്ങോട്ട് വന്നത്. അങ്ങനെ ഈ നമ്മുടെ വണ്ടി കിടക്കുന്ന അങ്ങോട്ട് ബ്രോ നമ്മളെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഗീസ് നമ്മൾ വേറൊരു വണ്ടി കണ്ടത്. ഈ വണ്ടിയുടെ പേര് എനിക്ക് അറിയത്തില്ല ഗീസ്, നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് ഒന്ന് താഴെ ഡയൽ ചെയ്യുക. എന്തായാലും എനിക്ക് ഈ വണ്ടിയുടെ പേര് അറിയത്തില്ല, ജിമ്മിനെയാണോ ഗീസ് എനിക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ഇതിൻ്റെ പേരറിയാവുന്ന കൂട്ടുകാരാണ് താഴെ കമൻറ്റ് ചെയ്യുക. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഗൈസ്. ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഇത് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ലവ് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.